മെസ്സി ആവേശത്തിൽ ഹൈദരാബാദ്. ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി കളിക്കുന്ന പ്രദർശന മത്സരത്തിന് ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ തുടക്കമായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും മെസ്സിക്കൊപ്പം പന്ത് തട്ടാൻ ഇറങ്ങുന്നുണ്ട്. പറ്റിയില്ല എന്ന പരാതിയും ആക്ഷേപമൊക്കെ ഉന്നയിച്ച് വലിയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയതാണ്. ആരാധകർ പ്രകോപിതരാവുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴതൊക്കെ മാറി കളിയുടെ ആവേശത്തിലേക്ക് പൂർണ്ണമായി എത്തുകയാണ്. എന്താണ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നിന്നുള്ള കാഴ്ചകൾ? അനിൽ വാസുദേവ്. ഹൈദരാബാദ് ആവേശത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി ഇതാ നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാഴ്ച. ലിയോണൽ മെസ്സി തൻ്റെ ആ വിഖ്യാതമായ ആൽപീസ് സെലസ്റ്റൻ ജേഴ്സി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കൈമാറുന്ന കാഴ്ചയാണ് ക്യാമറ കണ്ണിലൂടെ 24ന്റെ ഈ മാജിക് സ്ക്രീനിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ മലയാളികൾക്ക് സമ്മാനിക്കുന്ന ഏക മലയാളം മാധ്യമം എന്നതുപോലും നമുക്കത്ര വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. കാരണം കൊച്ചിയിലേക്ക് മെസ്സി എത്തുന്നു എന്ന് പറഞ്ഞ് വലിയ കാത്തിരുന്നവരാണ് നമ്മൾ. പക്ഷേ അതിനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. മാർച്ച് വിൻഡോയിൽ വരുമെന്ന് പറയുന്നു, അതും ഒരു ഉറപ്പില്ല. പക്ഷേ മെസ്സി ഇന്ത്യയിലെത്തിയിരിക്കുന്നു. ആ ഇന്ത്യയിലെത്തിയപ്പോൾ തെക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തേക്ക് വരുന്നു. തെലങ്കാനയിൽ വന്നിരിക്കുന്നു. തെലങ്കാനയിൽ കുട്ടികൾക്കൊപ്പം പന്ത് തട്ടി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പം പന്ത് തട്ടി. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ റോഡ്രിഗോ ഡി പോളും ലൂയിസ് സുവാരസും. ആരാധകർക്ക് ഇതിനപ്പുറം എന്ത് വേണം? ഫുട്ബോൾ ഇതിഹാസം ലോകകപ്പ് നേടിയതിൻ്റെ തിളക്കത്തിൽ മറ്റൊരു ലോകകപ്പിന് ഒരുങ്ങുന്ന ലിയോണൽ മെസ്സി തൻ്റെ വലിയ ദൗത്യത്തിന് ഒരുങ്ങും മുമ്പ് ഏറ്റവും വലിയ ആരാധകരുള്ള ഇന്ത്യയിലേക്ക് വരുന്നു. അവിടെ വന്ന് നമുക്കൊപ്പം സന്തോഷം പങ്കിടുന്നു. ഏറ്റവും ചിരിച്ച മുഖത്തോടുകൂടി എന്നും പറയുന്നത് പോലെ ഒരു കൊച്ചുകുട്ടിയെ പോലെ മെസ്സിയുടെ മുഖം തിളങ്ങുന്ന കാഴ്ച നമ്മൾ ഇന്നോഴും കാണുന്നു. ആരാധകരെ കൈവീശി കാണിക്കുന്നു, അവർക്കൊപ്പം സന്തോഷം പങ്കിടുന്നു, അവർക്ക് പന്ത് തട്ടിക്കൊടുക്കുന്നു. ഓരോരുത്തരോടും പിഞ്ചിരിച്ച മുഖത്തോടുകൂടി ഈ സ്റ്റേഡിയം മൊത്തം വലം വയ്ക്കുന്ന ലിയോണൽ മെസ്സിയെ കാണുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും സന്തോഷത്തിൻ്റെ നിമിഷം. ഫുട്ബോൾ മിശിഹ, ഫുട്ബോൾ ഇതിഹാസം, എപ്പോഴും ലോകത്തെ ഏറ്റവും മികച്ച താരം അല്ലെങ്കിൽ എക്കാലത്തെയും മികച്ച താരം ആര് എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളുണ്ട്. പക്ഷേ ലിയോണൽ മെസ്സിയാണ് ഗോട്ട് എന്നുള്ളത് പലരും പറയുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹം അത് പറയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ പലപ്പോഴും വേറിട്ട് നിർത്തുന്നത്. ആ മെസ്സി ഇതാ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ ഇതാ കാണികൾക്ക് മുന്നിലൂടെ അദ്ദേഹത്തിൻ്റെ ഹൈദരാബാദിലെ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ട് ഇതാ നടന്നകലുന്ന കാഴ്ച കാണുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ 24 മുന്നോട്ട് വയ്ക്കുന്നു. ഇതാ ലിയോണൽ മെസ്സിയുടെ മനോഹരമായ ദൃശ്യം. ലിയോണൽ മെസ്സി ആരാധകരെ കൈവീശി കാണിക്കുന്ന ഏറ്റവും സന്തോഷത്തിൻ്റെ നിമിഷം. ഒരുപക്ഷെ ലുസൈൽ സ്റ്റേഡിയത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ലിയോണൽ മെസ്സി ആ കിരീടം ഉയർത്തുന്നത്. ആ ലോകകപ്പ് നേടിയതിൻ്റെ അതുപോലുള്ള പല നിമിഷമാണ് ഈ കാണുന്ന ഹൈദരാബാദിലെ ആയിരക്കണക്കിന് ആരാധകർക്കുള്ളത് എന്നും പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര കണ്ട ലിയോണൽ മെസ്സിയെ ഒരു നോക്ക് കാണാൻ ഫുട്ബോൾ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ 10,000-കണക്കിന് ആരാധകർ ഈ ഹൈദരാബാദിലെ ഉപ്പൽ സ്റ്റേഡിയത്തിൽ, രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വന്നെത്തിയത്. ലിയോണൽ മെസ്സി അവർക്ക് മുന്നിലെത്തി. എന്തിനാണോ ആരാധകർ കാത്തിരുന്നത് അവർക്കെല്ലാം കൈവീശിക്കൊണ്ട്, ഇല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഫുട്ബോളിൻ്റെ മിശിഹ, ദ ഗോഡ് ലിയോണൽ മെസ്സി ഇതാ ഹൈദരാബാദ് സ്റ്റേഡിയത്തിൽ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുന്നു. ഇനി 2 ദിവസം കൂടി ഇന്ത്യയിലുണ്ട് അദ്ദേഹം. നാളെ മുംബൈയിലും അതിനുശേഷം ഡൽഹിയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. എന്തായാലും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ സന്തോഷത്തിൻ്റെ നിമിഷമെന്നേ പറയേണ്ടിയിരിക്കുന്നു. ലോകകപ്പ് നേടിയ ശേഷം ലിയോണൽ മെസ്സി ഇന്ത്യയിലേക്ക് അർജന്റീന ടീമോ അദ്ദേഹം എത്തുന്നു എന്നുള്ള പറഞ്ഞ് വലിയ രീതിയിൽ കാത്തിരുന്നവരാണ്. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കാണാൻ പറ്റിയില്ല. പക്ഷേ ഹൈദരാബാദിൽ തൊട്ടടുത്ത സംസ്ഥാനത്തൊക്കെ തന്നെ അദ്ദേഹം വരുന്നു. ഇന്ത്യയിലേക്ക് അദ്ദേഹം വരുന്നു, നമ്മുടെ കാണികളെ കാണാൻ വരുന്നു എന്നുള്ളത് അങ്ങേയറ്റത്തെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരിക്കൽ കൂടി ലോകകപ്പ് നേട്ടം മെസ്സിക്ക് സാധ്യമാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ അത്ര കണ്ട് വിശ്വസിക്കുന്നത്. ഇപ്പോൾ മെസ്സിയെ
കണ്ട ആ ചിരിച്ച മുഖത്തോടു കൂടി ഒരിക്കൽ കൂടി അമേരിക്കൻ ലോകകപ്പ് കൂടി മെസ്സിയെ കാണാമെന്ന് നമുക്ക് വലിയ രീതിയിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, മെസ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ സന്തോഷത്തിന്റെ നിമിഷമാണ് ഈ കടന്നു പോകുന്നത്. ദ ഗോഡ് ലിയോണൽ മെസ്സി, ഫുട്ബോൾ മെസ്സിഹ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ, ഹൈദരാബാദിൽ വന്നിരിക്കുന്നു നമ്മുടെ ആരാധകരെ കാണാൻ. കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ സുവർണ നിമിഷമില്ല, ഇതിനേക്കാൾ സന്തോഷകരമായ മറ്റൊരു നിമിഷം ഇല്ല. രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 24-ന്റെ പ്രതിനിധി അനിൽ വാസുദേവ് തത്സമയം ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. കാത്തിരിപ്പിനെല്ലാം വിരാമം വിട്ട് ഫുട്ബോളിൻ്റെ മിശിഹ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ പന്ത് തട്ടുകയാണ്. അതിൻ്റെ സന്തോഷം, അഭിമാനം അതൊക്കെ ആരാധകർ പങ്കുവെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. തികഞ്ഞ ഗാലറിയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഗോട്ട് ഇന്ത്യ ടൂർ 2025-ന്റെ ഭാഗമായിട്ടാണ് അർജന്റീനിയൻ ഇതിഹാസ താരം ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട്. കൊൽക്കത്ത, അതുപോലെ ഹൈദരാബാദ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലൂടെ താരം സഞ്ചരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ആരാധകർക്ക് മെസ്സിയെ ഒരു നോക്ക് കാണാനുള്ള അവസരമുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.